നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റി 50യുടെ മൂവ് ഫസ്റ്റ് നോക്കിക്കൊണ്ട് ആരംഭിക്കാം. നിഫ്റ്റി 50 എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് നല്ലൊരു മൂവ് അപ്സൈഡിലേക്ക് 229 പോയിൻറ്റിൻ്റെ മൂവ് മുകളിലേക്ക് നടത്തിയിട്ടുണ്ട്. നിയർലി 1% മൂവാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ഇന്നലത്തെ നമ്മൾ നോക്കുന്ന ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി അതിനുശേഷം നല്ല രീതിയിൽ താഴത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇത് ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് നല്ല രീതിയിലൊരു പുഷ് ചെയ്തിട്ട് ഈ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കിൽ വന്നാണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നൊരു യുദ്ധത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ കുറച്ച് മാനിപ്പുലേഷൻ നടക്കാനുള്ള സാധ്യതയുള്ളൊരു ദിവസമായിരുന്നു അത്. ഏകദേശം അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ വെച്ചു, എല്ലാവരും താഴത്തേക്ക് എൻട്രി എടുക്കാനായിട്ടിരിക്കുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം നല്ലൊരു എൻട്രി കിട്ടാൻ സാധ്യതയുള്ള രീതിയിലാണ്, ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന് കാണിച്ചത്. എനിവേ നല്ല മൂവ് ആയിരുന്നു മുകളിലേക്കെങ്കിൽ പോലും അതിനാണ് സാധ്യത കൂടുതലെന്നാണ് നമ്മളുടെ ഒരു തോന്നൽ. നമ്മുടെ സ്റ്റോക്കുകളിലെ മൂവ് വാച്ച് ചെയ്യുകയാണെങ്കിൽ വിപ്രോ നല്ലൊരു ഗ്യാപ്പ് ഡൗണിന് ശേഷം അത് നല്ല രീതിയിൽ ഗ്യാപ്പ് ഫില്ലിംഗ് നടത്തി. അപ്പോൾ പ്രീവിയസ് ഡേ ക്ലോസിങ്ങിന് തൊട്ട് മുകളിലായിട്ട് തന്നെ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഡൗൺഫോളിനെയാണ് നമ്മളിവിടെ ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്ത് അവിടുന്ന് റിവേഴ്സ് ആകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം താഴത്തേക്കുള്ള മൂവ് നോക്കിക്കഴിഞ്ഞാൽ 1:1 ചെറിയൊരു മൂവാണ് താഴത്തേക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. എനിവേ അത് ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ തിരിച്ച് ഈ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന 1% മൂവുണ്ട്. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് അതിൽ കിട്ടേണ്ടതാണ്. ഇനി ONGC നോക്കിക്കഴിഞ്ഞാൽ ONGCയിലും താഴത്തെ ഓർഡർ ബ്ലോക്കിനെ ക്രോസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് കയറി വന്ന് ഇവിടെ വന്ന് റെസിസ്റ്റൻസ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് താഴത്തേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് മാക്സിമം കൊടുത്തിട്ടുള്ളത് 1.2% മൂവാണ്. ദാറ്റ് മീൻസ് റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന ഏതൊരാൾക്കും അവിടെ 1:2 റിസ്ക് റിവാർഡ് ഓൾറെഡി അത് കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയത് 2-1 അല്ലെങ്കിൽ 1-1 ഒരു പ്രോഫിറ്റ് ട്രേഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി പവർ ഗ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ഗ്രിഡിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തിരുന്നു. നമ്മളിന്ന് പവർ ഗ്രിഡിലാണ് ട്രേഡ് ചെയ്തത്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, അതിന് ശേഷം താഴത്തേക്ക് ഇതാ ഇവിടെ വരെ ഒന്ന് മൂവ് ചെയ്തു. എങ്കിലും അത് പിന്നീട് ക്രോസ് ചെയ്ത് മുകളിലേക്ക് തന്നെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായി. എന്നാൽ ഇവിടെ വരെ എത്തിയതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് നല്ല രീതിയിൽ റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കലി അത് എവിടെയോ ഒരു പോയിൻ്റ് ഉണ്ടാവാം. അപ്പോൾ നമ്മളത് നമ്മുടെ ചാർട്ടിൽ അങ്ങനെ മാർക്ക് ചെയ്യപ്പെട്ടിരുന്നില്ല. അതർവൈസ് നമ്മൾ ഇന്ന് വോളറ്റൈൽ ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നതൊക്കെ കൃത്യമായി വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്കുള്ള മൂവ് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്തെടുത്തുനിന്ന് നോക്കിയാൽ പോലും ഒരുപക്ഷെ നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടാനുള്ള മൂവ് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെടുത്തതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി. അപ്പോൾ പവർ ഗ്രിഡും വിപ്രോയും ONGCയും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു, അത് രണ്ടും നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി കൃത്യമായി ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിപ്രോയിൽ പ്രോഫിറ്റിലേക്ക് നീങ്ങുന്നു, ONGCയിൽ ഓൾറെഡി പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമയം 10:15 ആയിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് പ്രോഫിറ്റും ലോസും ഒക്കെ കിട്ടാനുള്ള സമയം ഇന്ന് നല്ല മൂവ് ആയതുകൊണ്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഇനി BPCL നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം എൻട്രി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം താഴത്തേക്ക് അത് നിയർലി 1:2 റിസ്ക് റിവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അത് താഴത്തേക്ക് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്കിവിടെ കാണാം, ഇവിടെ നിന്ന് എൻട്രി എടുത്ത ഒരാൾക്ക് 0.5% സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റായിട്ടുണ്ട്. അത് ഹിറ്റായതിന് ശേഷമാണ് താഴത്തേക്കുള്ള മൂവ് അത് നടത്തിയിരിക്കുന്നത്. സോ ദാറ്റ് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് ലോസേ സംഭവിക്കത്തുള്ളൂ. ഇനി NTPCയിലേക്ക് വന്നു കഴിഞ്ഞാൽ NTPCയിൽ നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിരുന്നതിൽ കൃത്യമായി വന്ന് ടച്ച് ചെയ്തതിന് ശേഷം അവിടുന്ന് താഴേക്ക്
നല്ലൊരു മൂവ് കൊടുത്തു. താഴത്തെ ഓർഡർ ബ്ലോക്കിനടുത്ത് വരെ അത് എത്തിയിട്ടുണ്ട്. അതായത് നിയർലി 2% മൂവ് കൊടുത്തിട്ടുണ്ട്. അതായത് 1:3 റിസ്ക് റിവാർഡ് അതിൽ ഓൾറെഡി കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതിനകത്ത് NTPC 1, BPCL 1, BPCL സ്റ്റോപ്പ് ലോസ് അടിച്ചതാണ്. അപ്പോൾ ഒരു ലോസ്, പവർ ഗ്രിഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചതാണ്. അപ്പോൾ 2 ലോസ്. ONGC ഓൾറെഡി പ്രോഫിറ്റിൽ നിൽക്കുന്നതാണ്, ഓൾറെഡി പ്രോഫിറ്റ് കൊടുത്തതാണ്. അപ്പോൾ NTPCയും ONGCയും പ്രോഫിറ്റ് കൊടുത്തു. 2 പ്രോഫിറ്റും 2 ലോസും ട്രേഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി അത് പ്രോഫിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 3 പ്രോഫിറ്റ് അടിച്ചു എന്ന് കണക്കൂട്ടിയാൽ ബാക്കി 2 ഓൾറെഡി ലോസ് അടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചെറിയൊരു എറർ സംഭവിച്ച മേഖലകൾ ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിന് ലോസ് അടിച്ചു, നമുക്ക് അവിടെ എന്തായിരിക്കും സംഭവിച്ചതെന്നൊന്ന് മൈന്യൂട്ടായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ, ഇത്രയും ലെവലിൽ പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നിരുന്നാലും അത് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം പറയുവാണ്. ഇവിടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിരുന്നത് ഈ ലൈനാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നല്ല ഫോള് താഴത്തേക്ക് തന്നത് നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് 464 ബയേഴ്സും 404 സെല്ലേഴ്സുമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ തൊട്ട് മുകളിൽ, അതായത് ഈ ഒരു ക്യാൻഡിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തേക്കുന്ന വലിയൊരു ഫോള് തന്നേക്കുന്ന കാണാം. ഈ ഒരു പ്രൈസ് പോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം 365 ബയേഴ്സും 418 സെല്ലേഴ്സും. അതായത് ഇവിടെ സെല്ലേഴ്സ് ആയിരുന്നു കൂടുതലുള്ളത്. സോ ദാറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന മുകളിലായിരുന്നു എങ്കിൽ ഇത് കുറച്ചും കൂടെ ഷാർപ്പാകുമായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മൾ കണ്ടെത്തിയത് അത്ര തെറ്റായ മോശമായ ഏരിയ ഒന്നും അല്ലായിരുന്നു. ഇതിന് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആക്യുറസി, നമ്മൾ മാർക്ക് ചെയ്യുന്നതിൽ ആക്യുറസി കൂടുകയും നമ്മുടെ ട്രേഡ് എടുക്കുന്നതിൽ ആക്യുറസിയൊക്കെ ഓട്ടോമാറ്റിക്കലി കൂടിക്കോളും. അതിന് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, നമ്മൾ സമയം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ അങ്ങനെ ആയിരുന്നു എങ്കിൽ BPCL ഓൾറെഡി എനിക്ക് തോന്നുന്നു നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1:2 റിസ്ക് റിവാർഡ് അതും തന്നിട്ടുണ്ടാവും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരു ട്രേഡ് പവർ ഗ്രിഡ് മാത്രമേ നമുക്ക് ലോസ് തരത്തുള്ളൂ. ബാക്കി എല്ലാ ട്രേഡുകളും നമുക്ക് പ്രോഫിറ്റ് തരേണ്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഏതൊരു മാർക്കറ്റ് ആയിക്കോട്ടെ, ട്രെൻഡിങ് ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ, കൺസോളിഡേറ്റിംഗ് ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മെജോറിറ്റി ഒരു വർഷത്തെ ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി ഡേയ്സും മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ അല്ലെ സൈഡ് വൈസ് മൂവ് തരുന്ന മാർക്കറ്റുകളാണ് കൂടുതലും ഉണ്ടാകാറുള്ളത്. അപ്പോൾ 50% ഒന്നും ട്രെൻഡിങ് ഡേയ്സ് കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോ വിത്ത് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്, ആ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ സൈഡ് വേസ്, അതായത് ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജി നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, സൈഡ് വേസ് മാർക്കറ്റാണെന്ന് തോന്നുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ ട്രേഡ് എടുക്കാതെ അവോയ്ഡ് ചെയ്ത് വിടേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ടായിരുന്നു. ഇനി സൈഡ് വൈസ് ദിവസങ്ങളാണ് കൂടുതലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ 200 ദിവസം ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ 100 ദിവസമല്ല, 100 ദിവസത്തിൽ കൂടുതലും. അപ്പോൾ മെജോറിറ്റി ഡേയ്സും സൈഡ് വൈസ് ആണ് മാർക്കറ്റ് കാണിക്കാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ മെജോറിറ്റി ഡേയ്സ് നമ്മൾ ട്രേഡ് ചെയ്യാതെ ഒഴിവാക്കണം, ഇല്ല കുറച്ചധികം ദിവസങ്ങൾ ട്രേഡ് ചെയ്യാതെ ഒഴിവാക്കേണ്ടി വരും. അവിടെയാണ് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. അതായത് ഓർഡർ ബ്ലോക്കോ സപ്പോർട്ടോ റെസിസ്റ്റൻസോ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നമ്മൾ റിവേഴ്സൽ ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് വിജയസാധ്യത കുറച്ച് കൂടുതലാണ്. അതായത് ട്രെൻഡ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 50-54% ആണ് അതിൻ്റെ ഹയസ്റ്റ് വിൻ റേഷ്യോ എങ്കിൽ, റിവേഴ്സൽ ട്രേഡിങ്ങിന് പറയുന്നത് 70-72% വിൻ റേഷ്യോ അത് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം നമ്മളുടെ ജേണലിൽ വന്നിട്ട് 3 ദിവസം നമ്മൾ ട്രേഡ് എടുത്ത 3 ദിവസവും നമുക്ക് ലോസാണ് കിട്ടിയേക്കുന്നത്. ടോട്ടൽ നമ്മുടെ ലോസ് വരുന്ന 8% ലോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ 11 ദിവസം ട്രേഡിംഗ് ഡേയ്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൽ 2 ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ലോസ് ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ എടുത്ത സ്റ്റോക്ക് അത് അന്നത്തെ ദിവസം നമുക്ക് അനുകൂലമായി പ്രതികരിക്കുകയാണെങ്കിൽ നമുക്കവിടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോവുക എന്നത് മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. നമ്മൾ ക്ഷമ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുകയും അതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം കൂടുതൽ ട്രേഡ് എടുത്താൽ നമുക്കിവിടെ കൂടുതൽ ലോസ് കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് 200 ഇവിടെ ലോസിലേക്ക് വന്നത് അത് നമ്മൾ 2 ട്രേഡ് എടുത്തിട്ട് വന്നതല്ല കേട്ടോ. നമ്മൾ ഒരു ട്രേഡ് തന്നെ ഇന്നും എടുത്തിട്ടുള്ളൂ. നമ്മൾ ക്യാപിറ്റൽ കുറച്ച് കൂട്ടിയിരുന്നു. നമുക്കിവിടെ കാണാം, ഇപ്പോൾ നമ്മുടെ 16,000-അടുത്തേക്ക് ക്യാപിറ്റൽ നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി കൂടുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് അത് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക്
ഇതുപോലെ കണ്ടിന്യൂസ് 7 ദിവസമൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന നമ്മുടെ തന്നെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സമയം വരുമ്പോൾ നമ്മൾ ഇതൊക്കെ കവർ ചെയ്ത് നമ്മൾ നമ്മുടെ പ്രോഫിറ്റിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നതാണ്. ഇവിടെ നമ്മൾ ഡെസ്പറേറ്റ് ആവേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ എന്താ പറയണേ, ടെൻഷൻ അടിച്ച് മാനസികമായി തകരേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം ഇത് നമ്മുടെ കഴിവ് അല്ല. ഇവിടെ മാർക്കറ്റ് ഓരോ ദിവസവും റാൻഡംലി അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കുക, ആ ഒരു സ്ട്രാറ്റജി മാത്രം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അത് പറയുന്ന റൂൾസ്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് നമ്മൾ വയലേറ്റ് ചെയ്യാതെ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുക. മാർക്കറ്റ് നമുക്ക് അനുകൂലമായി മൂവ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. മാർക്കറ്റ് എന്ത് ചെയ്യുന്നോ എന്ത് തരുന്നോ അത് എടുത്തുകൊണ്ട് പോരുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ഒരു ട്രേഡർ എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് എടുക്കുന്ന ആൾ, നല്ല റിസ്ക്കും അതേപോലെ മോശം റിസ്ക്കും രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം. മോശം റിസ്ക് എന്ന് വെച്ചാൽ ഒരു കാൽക്കുലേറ്റഡ് അല്ലാത്ത റിസ്ക് എടുക്കുന്ന ആളെ മോശം റിസ്ക് ടേക്കർ എന്ന് നമുക്ക് പറയേണ്ടി വരും. നേരെ മറിച്ച് കാൽക്കുലേറ്റഡ് റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ നല്ല ലോസ് കൊടുക്കുന്ന ആളെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം കാൽക്കുലേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊടുക്കുന്നതിനൊരു കാൽക്കുലേഷൻ ഉണ്ടാവും, അയാൾ എടുക്കുന്ന ട്രേഡുകളുടെ എണ്ണത്തിൽ ഒരു കണക്കുണ്ടാവും. ഇതെല്ലാം കൃത്യമായി പാലിക്കുന്ന ആളെ നമുക്ക് നല്ല റിസ്ക് ടേക്കർ എന്ന് പറയാം. ഇനി അതല്ലാതെ നമ്മൾ ഇമോഷണലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കുന്നതിന് എണ്ണമില്ല, എത്ര ലോസ് കൊടുക്കും ഒരു ദിവസം, മാക്സിമം എത്ര റുപ്പീസ് ലോസ് കൊടുക്കാമെന്നതിന് അയാളൊരു ലിമിറ്റ് വെച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ അയാളുടെ ട്രേഡ് നമുക്കറിയാം തോട്ടിപ്പോകാനാണ് സാധ്യത. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ മാനസികാവസ്ഥ, സൈക്കോളജി ആണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടത്. അതാണ് ക്ഷമ, ഡിസിപ്ലിൻ. ഇതൊക്കെ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്ത് അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിൽ മാത്രമല്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏതൊരു മേഖലയിലായാലും ഡിസിപ്ലിനും ക്ഷമയും മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒത്തിരി സഹായിക്കും. ടോട്ടലി ജീവിതത്തിൽ മൊത്തത്തിൽ നല്ല രീതിയിലുള്ളൊരു ജീവിതത്തിന് തന്നെ ഈ പറഞ്ഞ അച്ചടക്കവും കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടാകും. സോ ദാറ്റ് അത് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമൊന്നുമല്ല ഇത്. കാരണം ഇതിനകത്ത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട, കണ്ട് മാത്രം പഠിക്കാൻ പറ്റുന്ന, തിയറിറ്റിക്കലി പഠിക്കാൻ പറ്റില്ലാത്ത, കണ്ടാൽ മാത്രം കോൺഫിഡൻസ് കൂടി വരുന്ന ഒത്തിരി കാര്യങ്ങൾ ട്രേഡിങ്ങിലുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധിക സമയം, 1, 2, 3 വർഷം അതിനെടുത്തേക്കാം. അത്രയും സമയം നിങ്ങളത് പഠിക്കാൻ തയ്യാറാകുക. ആ ഒരു എക്സ്പീരിയൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്ന ഈ ഇൻഫോർമേഷൻസ് പതുക്കെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ട്രേഡുകളിൽ അത് പ്രതിഫലിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾ പ്രോഫിറ്റിലേക്ക് വരാൻ പോകുന്നത്. എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ പഴഞ്ചൊല്ലിൽ പതിരൊന്നുമില്ല. നിങ്ങളത് ഫോളോ ചെയ്താൽ മതി. ഇതെല്ലാം സത്യമാണ്. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല. അവിടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. അച്ചടക്കം മാത്രം നിങ്ങളിവിടെ ഫോക്കസ് ചെയ്തിരുന്നാൽ തന്നെ ഒരാൾക്ക് നല്ല രീതിയിൽ ട്രേഡിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നമ്മുടെ ട്രേഡിലൂടെ തന്നെ കാണാൻ പറ്റും, കാണിച്ചു തരാൻ പറ്റും എന്നതാണ് നമ്മളുടെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരെയും താങ്ക് യു.